ഹായ്, ഞാൻ അവിടെ എത്തിട്ടോ. ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയി, ബസ് ഇട്ടില്ല, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയി പോയി. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടോ. ഞാൻ ഓനും കൂടി വന്നിട്ട് പറയാ വിചാരിച്ചിട്ടാണ്. പ്രിന്റ് ചെയ്യാനുള്ളതൊക്കെ എടുത്തോണ്ട് പോന്നു കേട്ടോ. ഇനിയിപ്പം പ്രിന്റ് ചെയ്യാനുള്ള അഡ്രസ്സ് അതൊക്കെ അവിടെ ഒട്ടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ അടിച്ചു വരണം, എന്നിട്ട് വേണം പ്രിന്റിങ് പരിപാടിയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് അടിച്ചു വരണം, വേറെ ഒന്നുമില്ല. ഈ ഒരു ഏരിയ മാത്രം, അല്ലെങ്കിൽ കുറെ പൊടി ഇങ്ങനെ കൂടി കിടക്കും. ഇത് ഫോട്ടോ പേപ്പർ ആണ് കേട്ടോ. അത് 3 A3 പിന്നെ ഒരു 2 A4 കട്ടാണ് ഇതിലുള്ളത്. അപ്പം 2-3 ദിവസത്തേക്കുള്ള എടുത്ത. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ തീർന്നൊരു പിന്നെ ഇടക്കിടക്ക് എടുക്കണല്ലോ, അതുകൊണ്ട് ഒന്നായിട്ട് എടുത്ത് വെച്ചതാട്ടോ. അപ്പൊ ഇനി പ്രിന്റിങ് പരിപാടി തുടങ്ങട്ടെ. രാവിലെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഇപ്പൊ ക്ലൗഡ് കാണാൻ നല്ല രസമുണ്ട്. കാണിച്ചുതരാം. നല്ല കളർഫുൾ ആട്ടോ, നീല കളർ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ. മഴ ഇങ്ങനെ മൂടി കിടന്നു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പണിയെടുക്കാൻ. ഇങ്ങനെ കാണുമ്പോൾ പിന്നെ കുറച്ചൊരു പോസിറ്റീവ് ആണ്. ഇവിടെ കുറച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ രാവിലെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ചായ കുടിക്കാനൊക്കെ പോകാട്ടോ. അത്രയും ഇവിടെ പാക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനിയിപ്പം ഫ്രെയിം കൊണ്ടുവരേണ്ടി വരും. ഇത് അത്രയും പാക്ക് ചെയ്യാനുള്ളതിന് ഇനി ഫ്രെയിം കൊണ്ടുവന്നിട്ട് വേണ്ടി ഒരു പാക്ക് ചെയ്യാൻ. 4 സെറ്റ് ഉണ്ട്. 4 ഫ്രെയിം കൊണ്ടുവന്നിട്ട് ബാക്കി പാക്ക് ചെയ്യണം. ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ കുറച്ച് പ്ലാസ്റ്റിക്കിന്റെ ചെടി നമ്മൾ വാങ്ങിയതുണ്ടായിരുന്നു. ഇത് മീഷോന്ന് വാങ്ങിച്ചതാ. എത്ര 120 റുപ്യക്ക് 3 തന്നെ തോന്നുന്നു. അപ്പം 120 റുപ്യക്ക് 6 കേട്ടോ. ഇതിങ്ങനെ ഇവിടെ വെച്ചാലോ എന്നിങ്ങനെ ആലോചിക്കുന്നു. ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഫോട്ടോ എടുക്കുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ല. വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് നല്ലൊരു ഭംഗി ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ എന്താ വെച്ചാൽ ഇതിങ്ങനെ പോകുന്നു നോക്കണ്ടോ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ ഡബിൾ ടാപ്പ് ഒട്ടിച്ചിട്ട് ഇവിടെ ഒട്ടിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിലും ഡബിൾ ടാപ്പ് ഒട്ടിച്ചിട്ട് വേണം ഇവിടെ ഇങ്ങനെ വെക്കാൻ. അങ്ങനെ വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവല്ലോ. ജസ്റ്റ് ഒന്ന് വെച്ചോക്കാം. ഇനിയും ഉണ്ട് കേട്ടോ. അതല്ലാണ്ട് അത് ഏതോ ഒരു റാക്കിന്റെ മുകളിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനിപ്പം ഇവിടെ വെക്കാം. ഇവിടെ നിൽക്കുന്നില്ല, വെയിറ്റിനൊക്കെ നിൽക്കാത്ത വരെയുണ്ട്. നമ്മ വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിന്റെ ഇവിടെ വെച്ച് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇതിങ്ങനെ ഇവിടെ വെച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അപ്പം അങ്ങനെ ഒന്ന് നോക്കി നോക്കണം. പക്ഷെ അതിനാദ്യം ഡബിൾ ടാപ്പ് ഉണ്ടോ നോക്കട്ടെ. ഡബിൾ ടാപ്പ് തീർന്നില്ല. ഡബിൾ ടാപ്പ് ഇവിടെ കാണുന്നില്ലല്ലോ, കഴിഞ്ഞും തോന്നുന്നു. അപ്പൊ അത് വാങ്ങിയിട്ട് ഒട്ടിക്കാം. ഇതിങ്ങനെ ഇവിടെ വെച്ചിട്ടൊരു ഭംഗി തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ വെക്കാം. കുറച്ചുകൂടി ഇതുണ്ട്. എന്താ അതിന്റെ മുകളിലതാ കാണുന്നു, അവിടുന്ന് എടുക്കാം. ഇതില് ഞാൻ പുതിയ ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് കേട്ടോ. പിന്നെ സ്പ്രേ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ സ്മെല്ലുണ്ട്. നമ്മുടെ റൂമിൽ ഇങ്ങനെ ഈ ഒരു സ്മെല്ലവിടെ നിന്നോളും. ഇന്നലെ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഒരു വെള്ളം കൊണ്ടുവന്ന് കേട്ടോ. അപ്പോൾ 2 ബോട്ടിലാണ്. ഒരു ബോട്ടിൽ കൂടി ഞാൻ വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായി, കാരണം വേഗം തീർന്നു പോകും. അപ്പോൾ ഒരു 2 വീലറിലായതുകൊണ്ട് 2 ബോട്ടിലേ കൊണ്ടുവന്നിട്ടുള്ളൂ. ഒരു ബോട്ടിൽ കൂടി കൊണ്ടുവരാറുണ്ട്, ചിലപ്പോൾ ഒന്ന് കൊണ്ടുവരും. ഇവിടെ ഇതുവരെ സ്ക്രാപ്പ് കൊടുത്തില്ല കേട്ടോ. ഇത്രയും ഉണ്ട് കൊടുക്കാൻ. ഒരു ദിവസം സമയം കിട്ടുമ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കണം. കാരണം വെച്ചാൽ കുറെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 വീലറിൽ കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം വലുതാവല്ലോ സാധനം. ഇവിടെ അടുത്ത് തന്നെ കുറച്ച് പോലുള്ളൂ. പക്ഷെ എന്നാലും എന്താ വണ്ടിയിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇനി ഒരു ദിവസം ഒഴിവ് പോലെ അത് കൊണ്ടുപോയി കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ കൊണ്ടുവന്ന ഫോട്ടോ പേപ്പറിലും കണ്ടില്ല ആ കാർഡ്ബോർഡിന്റെ പീസുണ്ട്. അപ്പൊ അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇങ്ങനെ പ്ലാസ്റ്റിക്കുള്ള സാധനവും ഇങ്ങനത്തെ സാധനമൊക്കെ ഞങ്ങൾ ഇവിടെ കൊടുക്കാൻ. ഇവിടെ കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ചെറിയൊരു പൈസ ഇതിന് കിട്ടും ചെയ്യും, നമുക്ക് ഇവിടുന്ന് പോയി കിട്ടും ചെയ്യും. അല്ലാതെ നമ്മൾ വേസ്റ്റിന്റെ കൂട്ടത്തിലിട്ട് കൊടുക്കുകയാണെങ്കിൽ പണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യാം. കാർഡ്ബോർഡൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് അതും വേസ്റ്റിലിട്ട് കൊടുക്കും. വേസ്റ്റിലിട്ട് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് അങ്ങോട്ടാണല്ലോ നമ്മൾ പൈസ എടുക്കണ്ടേ. 100 രൂപ കൊടുക്കണം ഒരൊറ്റ ജംബോന്റെ കാറിന്. 150 വരെ കൊടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യം. പിന്നെ 100 രൂപയാണ് കൊടുക്കേണ്ടത്. അപ്പൊ 100 രൂപ കൊടുക്കുമ്പോൾ അതിൽ കുറെ പേപ്പർ വേസ്റ്റ് അങ്ങനത്തെ ഉണ്ടാവും. പേപ്പർ വേസ്റ്റ് ഒക്കെ ഇവിടെ അവരെടുക്കുന്നു. ഞങ്ങൾ ഇതുവരെ പേപ്പർ വേസ്റ്റ് കൊടുത്തു നോക്കില്ല. അതായത് ഫോട്ടോ പേപ്പറിന്റെ ഒക്കെ വേസ്റ്റ് ഉണ്ടല്ലോ, അതും ഇനി കൊടുത്തു നോക്കണം. ഇത് കൊടുക്കാൻ പോകുമ്പോൾ അത് എടുക്കുമെന്നൊന്ന് ചോദിച്ചു നോക്കിയിട്ട് അതുകൂടി കൊടുക്കാന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ആക്രിലിക്കിന്റെ വേസ്റ്റ് വരുമ്പോൾ അത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് കുറച്ച് പൈസ കിട്ടുള്ളൂ. അത് ഓരോ പോലെയാണ്. ഒരു ടൈം കൊടുത്തപ്പോൾ അതിന് തോനെ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രാവശ്യം കൊടുത്തപ്പോൾ അന്ന് വേറെ ആളെയും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു അത്ര റേറ്റ് തന്നില്ല. പിന്നെന്താ ഫ്രെയിമിന്റെ സ്റ്റിക്ക് ഉണ്ട് കുറെ, ആ വേസ്റ്റ് ഉള്ള അതെന്താന്ന് വെച്ചാൽ ഓരോ എടുക്കൂല. പക്ഷെ ഞങ്ങൾ അന്നൊരു ദിവസം അവിടെ കൊണ്ടുപോയപ്പോൾ ഓരത് എടുത്തില്ല. പക്ഷെ ഓരത് അവിടെ തന്നെ ഇട്ടാൽ. അപ്പൊ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഇവിടുന്ന് പോയി കിട്ടില്ല, ഇവിടുന്ന് ആ വേസ്റ്റ് പോയി കിട്ടിയെന്നായി.
ഓരെന്തെങ്കിലും അത് ഇതെടുക്കൂലെന്നിട്ട് ഓരവിടെ തന്നെ ഇട്ട്. അപ്പൊ പ്രശ്നമില്ല, നമുക്ക് അത് ഇവിടെ നിന്ന് ഒഴിവായി കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഇതല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഞാൻ പോയി പ്രിന്റിങ് പരിപാടി തുടങ്ങട്ടെ. ഞാൻ അതാ പ്രിന്റ് ചെയ്തോണ്ട് കേട്ടോ. അവിടെ പ്രിന്റായി വരുന്നുണ്ട്. A3 ആണ് കേട്ടോ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ A3 ഇട്ട് ഈ പ്രിന്ററിന്റെ പിന്നെ അങ്ങനെ കിടക്കാണ്. നന്നാക്കാൻ ആള് വന്നില്ല. പിന്നെ ഇനി വിളിച്ച് നോക്കണം നാളെ അല്ലെങ്കിൽ ഇന്നിപ്പോൾ കഴിഞ്ഞല്ലോ. നാളെ വിളിച്ച് നോക്കാം. നാളെ രാവിലെ വിളിക്കണം. അവർ രാവിലെ തന്നെ വിളിച്ചാലേ കാര്യം ഉണ്ടാവുള്ളൂ എന്നാ തോന്നുന്നു. അപ്പം രാവിലെ വിളിച്ച് നോക്കാം. അങ്ങനെയൊക്കെ. പിന്നെ എൻ്റെ മറ്റേ മൈക്ക് ഞാൻ ചാർജ് ഇട്ടാൽ ചാർജ് കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ എനിക്ക് ചാർജ് ഇല്ല. അത് വാങ്ങിയ ശേഷം ഇതുവരെ ചാർജ് ആയിട്ടില്ല. അപ്പം ചാർജ് ആയിട്ടതാണ്. അതുകൊണ്ട് ഞാൻ ഈ മൈക്ക് തന്നെ ഇടാൻ വിചാരിച്ച്. ഇനിയിപ്പം ഇത് പ്രിൻ്റ് ചെയ്യണം. ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വീഡിയോ കട്ടായിപ്പോയി. കാരണം എന്താ വെച്ചാൽ സ്പേസ് ഇല്ലാത്തൊരു പ്രശ്നമായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്ത വർക്ക്സിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് അത് പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ നോക്കുമ്പോൾ സ്പേസ് ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ അത് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ചത്. അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കുറേയൊക്കെ ഡിലീറ്റ് ചെയ്ത് നിന്നാലും സ്പേസ് കുറവാണ്. അപ്പോൾ അതൊക്കെയാണ്. ഇനിയിപ്പം ബാക്കി പ്രിൻറ്റിങ് പരിപാടി കഴിയട്ടെ. അത് കഴിഞ്ഞ് ഡിസ്പാച്ച് ചെയ്യണം. ഇന്നിപ്പോൾ ഇത്ര നേരമായിട്ട് വെതറിൽ വലിയ ചേഞ്ച് ഒന്നുമില്ല. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ മഴ പെയ്യുമോ എന്നറിയില്ല. എന്തായാലും നോക്കട്ടെ. എന്ന് പിന്നെ ഓട്ടോ വിളിക്കേണ്ടി വരില്ല എന്ന് വിചാരിക്കാം. നമുക്ക് എന്നെ കൊണ്ടുപോകാനുള്ളതേ ഉണ്ടാവുള്ളൂ എന്ന് വെച്ചാൽ. പിന്നെ തെർമോക്കോളൊക്കെ നിലത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതെടുക്കേണ്ടി വരില്ല. അപ്പം അത് പ്രശ്നമില്ല. ഇതാ കറണ്ട് പോയിട്ടോ. ഇനി ഇപ്പോഴിങ്ങനെ വരുമായിരിക്കും. എന്നും പിന്നെ പോകുന്നതുകൊണ്ട് ഇതൊരു ശീലമായി. ഇപ്പോൾ ഇന്നിപ്പോൾ കറണ്ട് പോയതാട്ടോ. എന്താ ഇപ്പോൾ പറയാതെ വിചാരിക്കുന്നത്. എല്ലാ ദിവസവും കറണ്ട് പോകുന്നുണ്ട്. ഇതിപ്പോൾ ഇത് കറണ്ട് പോകുന്നതായിട്ട് യൂസ്ഡ് ആയ പോലെ. ഇതിൻ്റെ മുന്നേ ആണെങ്കിൽ കറണ്ട് ഇപ്പോൾ എന്താ പറയുക, ഒരു ചൊവ്വാഴ്ച രാവിലെ പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം 3 മണി അങ്ങനെയൊക്കെ ഇരിക്കും പറയാം. ആ ടൈമിൽ വരും. പിന്നെ ചിലപ്പോൾ അതേപോലെ തന്നെ വ്യാഴാഴ്ച ഇതേപോലെ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ പോയിട്ട് ഇത്ര വൈകുന്നേരം ആകുമ്പോൾ വരും. അങ്ങനെ ഇതിന് പോയിക്കൊണ്ടിരുന്നത് ഒരു ടൈമിൽ. അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം പണി തീരെ നടക്കില്ലേ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞതായി ഇപ്പം ഇതിന് മുന്നേ പിന്നെ കുറച്ചൊരു കറണ്ട് അങ്ങനെ പോവില്ല. ഇടയ്ക്ക് പോയി അപ്പം തന്നെ വരും. ഇപ്പോൾ ഈ ഒരാഴ്ച ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് എല്ലാ ദിവസവും കണ്ടില്ല. രാവിലെ കറണ്ട് പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരും. അങ്ങനെ ഇപ്പോൾ കറണ്ട് പോയിരിക്കുകയാണ്. പ്രിൻറ്റിങ് പരിപാടി നടക്കില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇപ്പോൾ പ്രിൻ്റ് ആയിട്ട് പകുതിയിൽ വെച്ച് അവിടെ ഇതായി പോകും. ഇന്ന് ക്ലൗഡ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. എന്താണെന്ന് എവിടെയൊക്കെ ചെറിയ മഴക്കാറ് പോകുന്നുണ്ട്. വളരെ മഴക്കാറാണ്. പക്ഷേ ഈ ഒരു സൈഡിൽ മാത്രമായിട്ട് നല്ലൊരു ഭംഗിയില്ലേ കാണാൻ. ഒരു കളർഫുള്ളായ പോലെ തോന്നുന്നത് കണ്ടിട്ട്. കറണ്ട് ഇതുവരെ വന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ പുറത്തേക്കൊക്കെ നോക്കിയിരിക്കുകയാണ്. ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഇനി പാക്ക് ചെയ്യാൻ കിടക്കുന്നുണ്ട്. അതിന് ഓട്ടോ വരണം. നാളെ ഫ്രെയിം ആക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു വൈറ്റ് കളറുള്ള ഫ്രെയിംസും ഉണ്ട് കേട്ടോ. കസ്റ്റമർക്ക് വൈറ്റ് ആയിരിക്കും, ചിലത് ബ്ലാക്ക് ആയിട്ട് നമ്മുടെ സ്റ്റോക്ക് ഉണ്ടാവും. വൈറ്റ് പിന്നെ അങ്ങനെ മീൻസ് ചിലർക്കൊക്കെ വരുള്ളൂ. ഇതിപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഒരു ഓർഡർ അപ്പോൾ വൈറ്റ് കിട്ടിയത്. അപ്പൊ അങ്ങനെയാണ് വൈറ്റ്. അതുകൊണ്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കില്ല. കറണ്ട് വന്നിട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി പാക്ക് ചെയ്യണം. അതിന്റെ ഫ്രെയിം വന്നില്ലല്ലോ. ഓട്ടോ വരുന്നുണ്ടായിരിക്കും. ഇപ്പൊ സമയം ഇപ്പൊ ആയി, അതായത് ഡിസ്പാച്ചുള്ള സമയമായി. പക്ഷെ പുറത്തെല്ലാം മഴയാണ്. അപ്പൊ ഓട്ടോ വന്നിട്ടുണ്ടെങ്കിൽ ആ ഓട്ടോയിൽ തന്നെ കൊടുത്തിട്ട് ഓരോരുത്തർ DTDC കൊടുക്കാൻ പറയാൻ വെച്ചാൽ ബാക്കിയുള്ളത് എന്നിട്ട് നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയാൽ മതിയല്ലോ എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇപ്പൊ വരുമെന്ന് വിചാരിക്കുക ഓട്ടോ. ഇത്രയും സാധനം കേട്ടോ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചത്. ഇനിത് ആ സെറ്റ് ഉണ്ട് ഇവിടെ, അവിടെ ഒരു സെറ്റ് ഉണ്ട്. അവിടെ കുറച്ച് ഫ്രെയിം ഉണ്ട്. ഇതൊക്കെ പാക്ക് ചെയ്യാനുള്ളത് തന്നെയാണ്. നോക്കട്ടെ എപ്പോഴാണ് ഞാൻ വരുമോ. ഓട്ടോ ഇതുവരെ എത്തിയില്ല കേട്ടോ. അപ്പം ഡിസ്പാച്ച് ചെയ്യാനുള്ള സമയമായി. പിന്നെ മഴ ചെറിയൊരു കുറവുണ്ട്. അപ്പൊ ഇപ്പൊ പോയിട്ട് ഡിസ്പാച്ച് ചെയ്ത് വരാൻ വിചാരിച്ച്. എന്നിട്ട് ഓട്ടോ വന്നിട്ട് അത് ബാക്കിയുള്ളത് നോക്കാം. എൻ്റെ മൈക്ക് തായി പോയിട്ടോ. ഞാൻ ഇന്ന് ഫുള്ള് തിരക്കില്ല. ഇന്ന് കുറച്ച് നേരത്തെ ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ മുതൽ രാവിലെ ഫുള്ള് ഡിസ്പാച്ചിനെ തിരക്കില്ല. ഇത് പക്ഷേ ഫ്രെയിമില്ലാത്തതുകൊണ്ട് ഇത്രേ ആയിട്ടുള്ളൂ. അതാ വേറൊരു സീൻ. ഇതുവരെ ഓട്ടോക്കാരൻ വന്നിട്ടില്ല. അപ്പോൾ സമയമാണെങ്കിൽ 5:30 ഞാൻ 5:30 ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് ഫുള്ള് പരിപാടി വയ്ക്കാൻ വിചാരിച്ചു. വേഗം ഡിസ്പാച്ച് ചെയ്ത് വരാം. എന്നാൽ ഡിസ്പാച്ച് ഒക്കെ ചെയ്ത് വന്നിട്ടോ. പക്ഷെ ഓട്ടോ ഇതുവരെ കിട്ടിയില്ല. ഓട്ടോ ഇതുവരെ വന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു പീടിയിൽ നമ്മൾ സ്ഥിരമായിട്ട് വാട്ടർമെലനെ കുടിക്കുന്നില്ല. അവിടുന്ന് ഒരു കോഫി കുടിക്കാൻ വിചാരിച്ച്, ഓനൊരു ചായ കുടിക്കാൻ വിചാരിച്ച്. ഒന്ന് നഞ്ഞ് വിളിച്ചോണ്ട് വീഡിയോയിൽ വരുന്നില്ല എന്ന് പറയുന്നത്. മഴ ഉണ്ടേന്. അവിടെ കട്ട്ലേറ്റ് ഉള്ളത്. അപ്പോൾ 2 കട്ട്ലേറ്റ് എടുക്കാൻ വിചാരിച്ച്. വേറെന്താ സമൂസ? അത് സമൂസ വേണ്ട, തൽക്കാലം കട്ട്ലേറ്റ് മതി. ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് 1/2 മണിക്കൂറായി. ഇതുവരെ ചായ കുടിച്ചില്ല. അതാ ഒരു ഡിസ്പാച്ച് കഴിഞ്ഞിട്ട് അടുത്ത ഡിസ്പാച്ച് ചെയ്യാൻ പോവാട്ടോ. ഇത് പിന്നെ ഇതാണ് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത്. DTDC പിന്നെ ക്ലോസ് ചെയ്യല്ലോ ഒരു വിനായകൻ. അപ്പം പിന്നെ എൻ്റെ കേസ് പൊട്ടിപ്പോയിട്ടോ. ഇത് ഫോണിൻ്റെ കേസാണ്.
ഇപ്പൊ ഞാൻ അവിടുന്ന് എടുക്കുമ്പോഴത്തേക്കും ഇത് വീണുപോയി, 2-3 കഷ്ണമായിട്ട്. ഇത് പിന്നെ കുറച്ച് കാലമായിട്ടോ ഞാൻ ഫോണ് വാങ്ങിയതിന് ശേഷം ഇതുവരെ മാറ്റില്ല. ഒരു പ്രാവശ്യം ഞാൻ മാറ്റിണ്ടേനി, പക്ഷെ പ്രശ്നം എന്താ വെച്ചാല് അതിന്റെ ഈ നമ്മൾ ചാർജർ കയറില്ല നല്ലപോലെ, എന്നിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അത് ഒഴിവാക്കി. ഇത് പിന്നെ ഫോൺ വാങ്ങിയപ്പോഴുള്ളത് തന്നെയാണ്. ഇപ്പൊ ഞാൻ പുതിയ വാങ്ങിയ കാണിച്ചത് എന്താ പുതിയ കേസ്. ഞാൻ പൊതുവെ ഈ സിൽക്കണ്ട് അങ്ങനെ യൂസ് ചെയ്യില്ല, അധികം ട്രാൻസ്പെറന്റ് തന്നെയാണ് യൂസ് ചെയ്യല്. പക്ഷെ ഇതുവരെ ഞാൻ ഫോൺ ഇങ്ങനെ എന്തെങ്കിലും സിൽക്കണിൽ കണ്ടില്ല എന്റെ ഫോൺ. അപ്പൊ ഞാൻ വിചാരിച്ച സിൽക്കണ്ട് തന്നെ വാങ്ങിക്കാം. അവിടെ വേറെ നല്ല കളേഴ്സ് ഒന്നും കണ്ടില്ല. നല്ല കളേഴ്സ് എല്ലാം അങ്ങനെ ഉള്ള കളേഴ്സ് ഒക്കെ ഗ്രേ, ബ്ലാക്ക്. അപ്പൊ ബ്ലാക്കും ഗ്രേ എന്നല്ലാണ്ട് കുറച്ച് കളർഫുൾ ആയ സാധനം ആക്കാൻ വിചാരിച്ച് ലാസ്റ്റ് ഈ ഒരു ബ്ലൂ എടുത്ത്. വേറെ ബ്ലൂ ഉണ്ട്, പക്ഷെ അത് 13 മാത്രം അവിടെ ഇല്ല, ബാക്കി എല്ലാത്തിന്റെയും ഉണ്ട്. 16 ഒക്കെ അവിടെ ഉള്ള. അപ്പൊ ഞാൻ ഇതെടുത്ത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് UDF ആഹ്ലാദ പ്രകടനം കേട്ടോ, ഫുള്ള് ബ്ലോക്ക് ചെയ്യുന്നു. അത്രയും സാധനമാണ് ഇനി ഇന്ത്യ പോസ്റ്റ് ത്രൂ ഡിസ്പാച്ച് ചെയ്യാനുള്ളത് കേട്ടോ. ഇതിൽ ഉള്ള സാധനം ഇതൊക്കെ പറഞ്ഞാൽ കുറച്ചൊരു ഗാലറി സെറ്റാണ്. അതിൽ അത്യാവശ്യം ഫ്രെയിം ഉണ്ട്, നല്ല വെയിറ്റും ഉണ്ട് പറയാൻ പോലെ. ഇതും അതേപോലെ കുറച്ചുണ്ട്. പിന്നെ 2 മാത്രം A4 സെറ്റ്. അപ്പൊ നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് വന്ന് അടുത്ത ബാച്ചും ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടി ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടോ. ഇന്ന് നേരത്തെ പണി തീർക്കണം വിചാരിച്ചേനും. എന്താ എൻ്റെ അഭിപ്രായം? അങ്ങനെ നമ്മൾ നേരത്തെ തീർക്കാൻ നോക്കി, അന്നൊക്കെ നേരം വൈകല്ലോ. ഇന്ന് നേരത്തെ തീർക്കാൻ വിചാരിച്ചേനും, പക്ഷെ നേരത്തെ തീർക്കാൻ പറ്റിയില്ല. എന്നാലും വലിയ സീൽ 6 മണി ആയിട്ടുള്ളൂ. സാധാരണ 7 മണിയൊക്കെ ആകുമ്പോൾ കയ്യിൽ 6:30-7 മണി ആകുമ്പോൾ കയ്യിൽ. ഇവളെ പാൻറ് മാറ്റി. ഇവളെ പാൻറ് ഇവിടെ ഒന്ന് ഉണ്ടായതുകൊണ്ട് കഴിച്ചില്ലായി. അത് എന്താ വെച്ചാൽ മഴനെ കൊണ്ട് ഒരു പാൻറ് എക്സ്ട്രാ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫുള്ള് ചളിയായി. ഞങ്ങൾ പോകുമ്പോ ചെറിയ മഴ ഉണ്ട്. ഓളിവിടെ ഫുള്ള് പുറപ്പെട്ട് പൊട്ടപ്പനായിട്ട് ഇരിക്കട്ടോ. എന്താ പരിപാടി മോളെ? ഇന്ന് ഞങ്ങളെ 9th ആനിവേഴ്സറി ആട്ടോ. 9th ലവ് ആനിവേഴ്സറി. കല്യാണം കഴിക്കുന്നതിന് മുന്നുള്ള അവസാനത്തെ ഞങ്ങൾ കണ്ടാല് ലവ് ആനിവേഴ്സറി. ഇനിയിപ്പോ അടുത്ത കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് ആനിവേഴ്സറി. അപ്പൊ ഞങ്ങൾ പുറത്തൊരു ഫുഡ് കഴിക്കാനാണ് പ്ലാന്. എന്താ വെച്ചാൽ ഡിസ്പാച്ച് ചെയ്യാണ്ടതിനെ കൊണ്ട് കുറച്ച് ലേറ്റ് ആയി പോയി. ഇപ്പൊ 6:15 ആവാൻ അയക്കുന്നു. ഞങ്ങളൊരു 5 മണിയാകുമ്പോൾ പരിപാടി തീർക്കാൻ വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. ഓട്ടോ വരാൻ ലേറ്റ് പോയിട്ടാണ് അങ്ങോട്ട് ലേറ്റ് ആയി പോയത്. കഴിഞ്ഞ പ്രാവശ്യം എന്താക്കി നമ്മൾ ഈ ബിസിനസ് തുടങ്ങിയിട്ട് ഒരു 3-4 കൊല്ലായി. 3 കൊല്ലം മൂന്നാമത്തെ കൊല്ലാണ്. കഴിഞ്ഞ കൊല്ലം നമ്മള് ഫുഡ് മെയിനായിട്ട് നമ്മള് കഴിഞ്ഞ ഫുഡ് വാങ്ങിച്ചാണ്. സ്റ്റോറേജ് ഫുള്ളായി പോയിട്ടോ. അപ്പൊ സാധനങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് ആണ് ഏറ്റവും വലിയ സിനിമ. 120 സ്റ്റോറേജ്, പക്ഷെ ഐഫോണിന്റെ സ്റ്റോറേജ് വേണം. 1 TB എടുക്കണം. പിന്നെ മെയിനായിട്ട് നമ്മള് സിനിമാറ്റിക്കിൽ എടുക്കുന്നതുകൊണ്ട് അതിന്റെ ഒരു ഇതുണ്ടാവും. പക്ഷെ സിനിമാറ്റിക് എല്ലാം എടുത്ത് മറ്റേ സിനിമാറ്റിക് എടുത്തതുകൊണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഫുഡ് വാങ്ങിച്ചിട്ട് ആഘോഷിച്ചത് ഇതാണല്ലോ മെയിൻ. പിന്നെ അതിന്റെ മുന്നത്തോളം നമ്മള് വയനാട് പോയിട്ടോ. അതിന്റെ മുന്നത്തോളം എന്താ ചെയ്തത് എനിക്കിപ്പോ ഓർമ്മ വരുന്നില്ല. അതിന്റെ മുന്നത്തെ കൊല്ലൊക്കെ പറയുമ്പോ നമ്മള് പഠിക്കുന്ന കാലഘട്ടമാണല്ലോ, ഡിഗ്രി +2 അന്ന്. ആ ടൈം നമ്മൾ അങ്ങനെ ആഘോഷിക്കാനായിട്ട് അവിടെ ആ ടൈമിൽ നമ്മൾ ആഘോഷിക്കണം. ജസ്റ്റ് ഫോണിൽ നമ്മള് സ്റ്റാറ്റസ് ഒക്കെ അങ്ങനത്തെ പരിപാടിയൊക്കെ കേട്ടോ ചെയ്തോണ്ടിരുന്നത്. നല്ല എക്സ്പീരിയൻസ് ആണ്. ഉണ്ടാക്കി പറയണോ, നല്ല സത്യം പറയണോ, മറ്റേ പോലെ പറയണോ, ഉണ്ടാക്കി പറയണോ? നല്ല എക്സ്പീരിയൻസ് വിചാരിച്ചില്ല. നമ്മള് വിചാരിക്കാത്ത കാര്യമാണ്. വിചാരിച്ചു, പക്ഷെ നമ്മള് പണ്ട് പ്ലാൻ ചെയ്യലുണ്ട് കേട്ടോ. ഞാൻ വേറെ സാധനം പറഞ്ഞ, ഞാൻ എനിക്ക് പണിക്കാൻ തീരെ ഇഷ്ടമല്ല. ഞാൻ ഇവിടെ പണ്ട് പറഞ്ഞില്ല. എപ്പൊ അറിയും നമ്മള് പറയലൊന്നുമില്ല. ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ പണിക്ക് പോയിക്കോളാം. അതിന് ഞാൻ പണിക്ക് പോകുന്നതിന്റെ മുന്നേ ഞാൻ +2 പറഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ബിസിനസ് അങ്ങനെ ഒരു ഐഡിയ ഞാൻ ചിന്തിച്ചില്ല. ബിസിനസ് പോകുമ്പോ എന്താ വെച്ചാല് നമുക്കിപ്പോ എല്ലാ മാസം പൈസ കിട്ടിക്കോളണമെന്നില്ലല്ലോ എന്നുള്ള സാധനം ഞാൻ പറഞ്ഞു. പണിക്ക് പോകുമ്പോൾ എല്ലാ മാസം ഒരു പേയ്മെന്റ് കിട്ടില്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പണിക്ക് പോയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പണിക്ക് പോയിട്ട് നോക്കിക്കോളാം, ഈ ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള ചെയ്തതൊക്കെ ഞാൻ പറഞ്ഞിട്ട് അലോചിച്ചത്. പക്ഷെ ഞാൻ പണിക്ക് പോയി. അതായത് ഫസ്റ്റത്തെ ഇന്റേൺഷിപ്പിന് തന്നെ പോയപ്പോ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി എനിക്ക് പറ്റൂല എന്നുള്ള സാധനം. അതേപോലെ 10th ക്ലാസ് മുതൽ കാറ്ററിംഗ് അതിനൊക്കെ പോയിട്ട് എല്ലാ പണിക്കും പോയിട്ടോ. പിന്നെ എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ ആ ഒരു മൂടാ. പണ്ട് എനിക്ക് അങ്ങനെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ളൊരു ഇതേ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇതിലേക്ക് ഇറങ്ങിയിട്ട് ഇത്രയും ബിസിനസ് തുടങ്ങിയിട്ട്. ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഇപ്പം ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാനുണ്ട്. അപ്പൊ എന്റെ ഇതിൽ പറയണ ഈ 5 കൊല്ലം, എന്റെ ഇതിൽ പറയണ നമ്മള് 3 കൊല്ലം എന്നുള്ള ഇതിലാണ്. ഞാനും ഡ്രോപ്പ് ഷിപ്പിംഗിലേക്കാണ് ഇപ്പം പഠിച്ച സാധനം എനിക്ക് പഠിഞ്ഞു. അപ്പൊ ഞാൻ ഡ്രോപ്പ് ഷിപ്പിംഗ് അതിൽ അപ്ലൈ ചെയ്ത് എനിക്ക് പൈസ കിട്ടാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് പണിക്ക് പോകുന്നതിനേക്കാട്ടും എന്താണ് നമുക്ക് കുറച്ചൊരു ഫ്രീഡം കിട്ടല്ലോ എന്നുള്ള രീതിയിലാണ്. ഫ്രീഡം അങ്ങനെയില്ല, പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോ രാത്രി കുളിച്ച് കടന്നുറങ്ങുമ്പോൾ നമുക്ക് ഒരു ഇതാ. കാരണം ഒന്നില്ലേ നമ്മളുടെ എക്സ്പീരിയൻസ് കിട്ടില്ല. ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും. പിന്നെ പണി എന്ന് പറഞ്ഞാൽ മോശം പരിപാടി ഒന്നല്ല കേട്ടോ, മൈൻഡ് സെറ്റ് ആണ്. നല്ലതാണ് പണിക്ക് പോണത്. ചിലർക്ക് പണിക്ക് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്ക് പൊതുവെ കുറച്ച് പേടിയാണ്. മീൻസ് ഞാൻ ഇപ്പൊ ഒരാൾ എന്റെ മുകളിൽ ഒരാളുണ്ടെങ്കിൽ ഞാൻ ആളെ പേടിച്ചോണ്ടിരിക്കും. ഞാൻ പേടിയില്ലെങ്കിൽ
എന്നെ പേടില്ല അല്ല എന്റെ മുകളിൽ ഇപ്പൊ ഒരു മാനേജർ അങ്ങനെ എനിക്ക് ഭയങ്കര പേടിയുള്ളതില്ല. അപ്പൊ ഞാൻ അതിൽ ഞാൻ ടെൻഷൻ അടിച്ചിട്ട് അത് ഞാൻ പണിക്ക് പോകുന്ന ടൈം ഇവന് മനസ്സിലായിരുന്നു. അതായത് ഞാൻ അല്ലാത്ത ഒരാളായിട്ട് ഞാനാട്ടോ പണിന്ന് ഇറക്കി കൊണ്ടുവന്ന് ഞാൻ ഒരുമിച്ച് തുടങ്ങാറ്. പിന്നെ ഞങ്ങള് ഫസ്റ്റ് തന്നെ വീട്ടിൽ തന്നെ തുടങ്ങിയത്, പിന്നെ റൂമിലേക്ക് വീട്ടിൽ തുടങ്ങിയപ്പോ വീട്ടിൽ ഫുള്ള് സാധനങ്ങൾ ആയപ്പോഴാണ് നമ്മൾ റൂമിലേക്ക് ഉള്ളത്. അന്നൊന്നും ഡെവലപ്പ് ഇത് നമ്മൾ നല്ല അതിന്റെ ഒരു ഹൈ ലെവൽ മീൻസ് നമ്മളെ രീതിയിലുള്ള ഒരു ഹൈ ലെവൽ കണ്ടിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. അന്നൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് മറ്റേ കാണി ചെയ്യല്ലേ എന്ന് പറയും വീഡിയോ നോക്കിയിട്ട് ടൈം ട്രാവൽ ചെയ്യുന്നതായിരിക്കും. കാരണം അന്നൊക്കെ പറഞ്ഞാണെങ്കിൽ നമ്മള് മറ്റേതൊക്കെ ചെയ്യും, എന്താ ബോക്സ് എടുക്കാൻ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന ഒരു ടൈം ആയിട്ടും അപ്പൊ എന്തൊക്കെ കൊണ്ടുവരാ അതൊക്കെ കാണിക്കാൻ വേണ്ടി. ഇപ്പൊ വെച്ചാൽ അന്ന് ഓൾറെഡി ചെയ്തോ നമുക്കറിയാം എന്തൊക്കെയാണുള്ളതെന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഞങ്ങള് എക്സ്പെർട്ട് ആയിട്ടോ ഒരു 2 കൊല്ലം കൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോ ഞങ്ങൾക്ക് ഒരു പ്രൈം വന്നിട്ടുണ്ടെങ്കിൽ സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇപ്പൊ വലിയ സീനൊന്നുമില്ല, ഞങ്ങളിങ്ങനെ സ്റ്റാഫ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ടെൻഷൻ. ഞങ്ങൾ രണ്ടാളും സെയിലില്ലെങ്കിലും ഞങ്ങൾ രണ്ടും മാത്രമല്ല ഉള്ളൂ, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇനിയിപ്പോ അതാ കല്യാണമൊക്കെ വന്നത് അതിന്റെ ചെലവുണ്ടാവും, അതിന്റെ ചെലവ് കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ അപ്പൊ അതൊക്കെയാണ് ഇത്. എന്താ പരിപാടി രാത്രി എനിക്കറിയില്ല, അങ്ങനെയല്ല എന്തെങ്കിലൊക്കെ തിന്നലാണ്. ഇതുവരെ ഞങ്ങൾ എവിടെയാ പോകുന്ന പ്ലാൻ ചെയ്തില്ല കേട്ടോ. ഞങ്ങളല്ല പോലെ എനിക്കറിയില്ല പോവാ. മഴയൊന്നുമില്ലല്ലേ ഇപ്പൊ സമയത്തെ? എന്നാ വേഗം പോയിട്ട് വരാം. 6:35 അതൊക്കെയാണ് കേട്ടോ ഇന്ത്യ പോസ്റ്റ് അയക്കാനുള്ളത്. ഇതാണ് ബിസിനസ്സിന്റെ ഒരു വേറൊരു വശം. അതാണ് നമുക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടേ ബാക്കി പരിപാടി. പണിയാണെങ്കിലും നമുക്ക് 9 to 5 ഒക്കെ ആണെങ്കിൽ പണി കഴിഞ്ഞ് വീട്ടിൽ പോകാം. പക്ഷെ അത് അങ്ങനെയല്ല, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് അയച്ചിട്ട് വേണം ഞങ്ങൾക്ക് നമ്മളെ ഡിന്നർ ഡേറ്റിന്റെ പരിപാടി ഒക്കെ. അപ്പൊ സാധനം കൊണ്ട് ഇന്ത്യ പോസ്റ്റിലേക്ക് പോവാട്ടോ. ഇത് കുറച്ച് ലോഡ് ഉണ്ട്, അവിടെ എത്തിയിട്ട് ഒരു 10 മിനിറ്റ് പോസ്റ്റ് ആയി. അപ്പൊ ഡിസ്പാച്ച് ഒക്കെ ചെയ്ത് തരാം കേട്ടോ. നല്ല മഴക്കാറുണ്ട്, മഴ വെയിലേക്കില്ലേ. ഇന്ത്യ എവിടുന്നാ എങ്ങോട്ടാന്ന് എനിക്ക് അറിയില്ലട്ടോ. എവിടുന്നാ ഫുഡ് വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞ് കുട്ടി കൊണ്ടുപോവാണ്. അപ്പൊ എന്താ നോക്കട്ടെ, അപ്ഡേറ്റ് ചെയ്യാം. ഞങ്ങൾ യാഷിന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പൊ പാസ്തയും പിന്നെ ഒരു സാൻഡ്വിച്ച് ആണ് ഓർഡർ ചെയ്ത്. നമ്മള് ബീച്ചിലേക്ക് പോകുമ്പോ കണ്ടോ അപ്പൊ നമ്മള് ഫുഡ് കഴിച്ച് ഇറങ്ങിട്ടോ. യാഷനാണ് ഫുഡ് കഴിച്ചത്. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഇല്ലാത്തതുകൊണ്ട് അവിടെ മേശന ഉള്ള ലൈറ്റിന് അത് വെച്ച് നമ്മള് ക്യാൻഡിൽ ലൈറ്റ് ആക്കി സെറ്റ് ആക്കിട്ടോ. പാസ്തയും പിന്നെ ഒരു സാൻഡ്വിച്ച്. സാൻഡ്വിച്ച് പോരാ, പക്ഷെ പാസ്ത ടേസ്റ്റ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. സാൻഡ്വിച്ച് 10 അപ്പൊ അതാണ് ഇന്നത്തെ ഫുഡ്. അതൊക്കെ ഇന്നത്തെ പരിപാടികൾ. അപ്പൊ അതൊക്കെയാണ് സ്പെഷ്യലും ഇല്ലേ എന്ന് പറയട്ടോ. പണ്ടാണ് നമ്മളിപ്പോ ട്രിപ്പൊക്കെ പോയിട്ട് ഇപ്പോഴല്ല, രാവിലെ പോയിട്ട് നമ്മള് വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോ അങ്ങനെ വയനാട്ടിൽ അങ്ങനെ എവിടെയെങ്കിലൊക്കെയാണ് പോവല്. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. പിന്നെ എവിടെയും പോകാത്തോണ്ട് നമ്മള് ഫുഡില് സെറ്റാക്കി. അപ്പൊ അതൊക്കെയാണ് ബീച്ചിലൂടെ റൗണ്ട് അടിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഓക്കെ ബൈ.